ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗ്ലാഡിയേറ്റർ ഗെയിമിങ്. എന്നിട്ട് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർ എടുത്തിട്ട് നമുക്കൊന്ന് ഓഫ് റോഡിങ്ങിന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഓഫ് റോഡിങ്ങിൻ്റെ അവിടെയാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓഫ് റോഡ് സസ്പെൻഷൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ ചെളിയായി. ഇതാണ് നമ്മളുടെ വണ്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഈ വണ്ടി വാങ്ങാൻ പോകുന്നത്. ആ പുള്ളിക്കാരൻ തന്നിട്ട് അത്ര പവർ ഉണ്ടായിരുന്നില്ല ഈ വണ്ടിക്ക്. എന്നിട്ട് പുതിയ എൻജിനൊക്കെ വെച്ചിട്ടാണ് ഇപ്പം ഇത്രയും പവറായിട്ടുണ്ട്. കണ്ടോ പവർ കണ്ടോ. അപ്പം ഇതാണ് നമ്മളുടെ വണ്ടി. നല്ല സസ്പെൻഷൻ ഉണ്ട് വണ്ടിക്ക്. ഇതിപ്പോൾ ഞാൻ സ്പോർട്സ് ടയർ ഇട്ടേക്കുന്നത് എന്താണെന്നറിയില്ല, ഞാൻ മറന്നുപോയി മാറ്റാൻ. കാരണം ഞാൻ ഒരു റേസിന് വേണ്ടി ഈ വണ്ടി എടുത്തായിരുന്നു. കാരണം എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും പവറുള്ളത് ഈ വണ്ടിയാണ്. അപ്പം ഞാൻ ഈ വണ്ടി എടുത്തായിരുന്നു. എന്നിട്ട് ടയർ മാറ്റിയിട്ടില്ല. ഓ ഗൈസ്, മറിഞ്ഞു. ഭാഗ്യം. സസ്പെൻഷൻ കാരണേ വണ്ടി മറിഞ്ഞ് അങ്ങോട്ട് പോണ്. നമ്മളുടെ അയ്യോ ചാടി അങ്ങോട്ടാടി വേൾഡ് എൻഡ് ആയി അവിടെ. അപ്പം അങ്ങനത്തെ ഒക്കെ കുഴപ്പമുണ്ട്. വേൾഡ് എൻഡിങ് ഇൻറ്റീരിയർ അൺലോക്ക്ഡ് അല്ല, അപ്പോൾ അതൊരു ബോറല്ല. അപ്പം നമുക്ക് സിറ്റിയിൽ പോയിട്ട് വണ്ടി വാഷ് ചെയ്തിട്ട് വല്ല അഡ്വഞ്ചർ പോവാം. സിറ്റിയിലേക്ക് വരാം. വെയിറ്റ് ചെയ്യാം. മാപ്പിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. എനിക്ക് വഴി തെറ്റിപ്പോകും. അപ്പോൾ ഗൈസ്, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ നല്ല വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വേറെ ഒന്നുമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഇന്ന് ആരും ഇല്ലേ? NPCs ആരും കണ്ടില്ല. പോയി. ബെസ്റ്റ്. ഇപ്പം തന്നെ എൻജിൻ ഡാമേജ് പോയി. ഞാൻ ടയർ ചെയ്തപ്പോൾ വെയിറ്റ് ചെയ്തിട്ടാണ് കാണിച്ചത്. ഞാൻ ടയർ ചെയ്തപ്പോൾ ആ ടയറിൻ്റെ അവിടെ ഒരു 2 കമ്പിയും ബ്ലാക്കായിട്ട് തോന്നുള്ളത്, ഇവിടെയും. അതെന്താണെന്ന് അറിയില്ല, ഗ്ലിച്ചായിരിക്കും ചിലപ്പോൾ. അയ്യോ ഇപ്പം പോയനെ. ഗൈസ്, അത്ര ബാലൻസില്ല വണ്ടിക്ക്. പോണ പോക്കൊക്കെ ഡ്രിഫ്റ്റ്. അവിടെ ആ വളവിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും വളവിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഡ്രിഫ്റ്റ് അടിച്ചു. പക്ഷെ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും തല കുത്തി മറിഞ്ഞു. ഡ്രിഫ്റ്റ് ചെയ്യാൻ നോക്കിയതാ, പറ്റിയില്ല. 20% നമുക്കൊന്നുമില്ല. നമ്മളുടെ സൂപ്പർ ചാർജർ, ടെർബോ ചാർജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഈ ഗിഫ്റ്റൊന്നും നമ്മൾ എടുത്തിട്ടില്ലേ, ഇതൊക്കെ എടുക്കണം. എൻ്റെ പൈസ കിട്ടും. പൈസ അത് കിട്ടിയിട്ട് ഇനി കാര്യമില്ല. കാരണം എൻ്റെ പൈസ നിങ്ങൾക്ക് കാണണോ? കണ്ടു കഴിഞ്ഞാൽ വായന വെള്ളം ഒഴുകും. കാണിച്ചു തരാം. പോയി. ഭാഗ്യം. കണ്ട 48,004,493 കോയിൻസ്. 493,000 കോയിൻസ്. തെറ്റി. നമുക്ക് സസ്പെൻഷൻ വെച്ച് ഈ വഴി കയറാൻ പറ്റുമെന്നൊക്കെ വെയിറ്റ് ചെയ്യാം. ശരി, ബഗ് ഉണ്ടെന്ന് തോന്നുന്നു. ബഗ് പതിയെ പൊക്കം. കയറൂല. എനിക്ക് ഈ ബട്ടൺ പോയി. ഇനി പെട്ടെന്ന് അങ്ങോട്ട് പറപ്പിക്കലായിരിക്കും. കണ്ടോ? വെയിറ്റ്. പറപ്പിച്ചു. നമ്മൾ എവിടെയോ എത്തിയുണ്ട്. എവിടെ എത്തിയേ?
ആ പോലീസിൻ്റെ മുമ്പിൽ വേഗം എടുത്തോ വേഗം എടുത്തോ. അയ്യോ അതെ പോലീസ് എടുത്തു. അയ്യോ വേഗം എടുക്കും വേഗം എടുക്കും വേട്ടി. വണ്ടി ഇപ്പോൾ നമ്മളുടെ ചെളി പിടിച്ചിരിക്കണോണ്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. വേഗം പോവാം. എന്നിട്ട് കഴുകിയിട്ട് വണ്ടി മാറ്റി വയ്ക്കുക എടുത്തു. എന്ത് പരിപാടിയാണ്. മാപ്പിലോടാവും അയ്യോ ആ മാപ്പിലോടായില്ല. എൻ്റെ പണി കിട്ടൂട്ടാ. മാപ്പിലോടായില്ലെങ്കിൽ പണിയാ. മാപ്പിലോടാവൻ ലോഡായി വെയിറ്റ് കേട്ടോ. ഇതിന് സ്മോക്ക് ഞാൻ വെച്ചിട്ടുണ്ടാവും അവിടെ. ഇല്ല വെച്ചിട്ടില്ല. ഏത് സ്മോക്കാണ് സ്മോക്ക് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുക. ഇവിടെ സ്നോ ആണല്ലോ. ഇപ്പം തന്നെ വണ്ടിയിൽ സ്നോ പിടിച്ചു തുടങ്ങും. അതേ കണ്ട കളർ മാറണണ്ട. എന്താണെന്നറിയില്ല സംഭവം. ഇത് ടെക്നോളജി ആയിരിക്കും. ടെക്നോളജിയാണ്. എന്തപ്പോ ജസ്റ്റ് സിപ്പിട്ടു. എന്തപ്പോ ഒരു അപ്പോൾ ഗൈസ് നിങ്ങളുടെ വീട്, സ്ഥലം, ഡിസ്ട്രിക്റ്റ് ഏതാന്ന് പറയുക ഗൈസ്. എൻ്റെ ഡിസ്ട്രിക്റ്റ് ആലപ്പുഴയാണ്. ആലപ്പുഴ ഓച്ചിറ തെക്കേത്തലക്കൽ അമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. വരുന്നവർക്ക് വരാം. ഞാനിതിൽ വേണമെങ്കിൽ ലൊക്കേഷൻ ഇടാം. വരുന്നവർക്ക് വരാം. ഓ മൈ ഗോഡ് വെറ്റ് കഴിക്ക് ഇത്രയും അങ്ങോട്ടൊന്നും ഇല്ല. എന്തുകൂടെ നേരെ ഇന്ന സാധനം ഇപ്പം തിരിഞ്ഞു വന്നേ. പൊട്ടത്തരം എഡിറ്ററിൻ്റെ പൊട്ടത്തരം. നമുക്ക് ടയറൊന്ന് റിപ്പയർ ചെയ്യാനുണ്ട്. ടയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറിൻ്റെ ഗ്രിപ്പ് മാറ്റാൻ. ഇതേ ഇവിടെ തന്നെ ഉണ്ട്. തുറക്കടാ. അതേ ഇവിടെ തന്നെ. ഗൈസ് ഞാൻ ടയർ ശരിയാക്കിയിട്ട് വരാം. എൻ്റെ പൊന്നതെ അവിടെ വഴക്കായനിപ്പോൾ 3000 രൂപന്ന് ടയർ ചേഞ്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടെ 500 രൂപയുള്ളൂ. നമ്മളുടെ വീടിൻ്റെ അടുത്തൊരു കടയുണ്ട്, അവിടെ 500 രൂപയേ ഉള്ളൂ. ഇവിടെ 3000 രൂപ പൈസ പോയി. കുഴപ്പമില്ല. നമ്മളിനി എങ്ങോട്ട് പോകും? അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ മലകയറാം. അതാണ് ബെസ്റ്റ് അഡ്വഞ്ചർ. ഒരു സ്ഥലം ഒരു സ്ഥലം ഉണ്ടല്ലോ, പക്ഷെ ഏതാണ് മനസ്സിലാവില്ല. ഇതായിരിക്കും. എന്താ ഇതാണോ? ഇത് ഇതന്നെ. പാലം കയറി വരണം ഇങ്ങോട്ട്. എന്തപ്പോ തിരിച്ചേ ഇനി പറപ്പിക്കൽ തിരിച്ചിരുന്നോ ഗൈസ്? പൊക്കോണൊക്കെ എടുത്ത് വെച്ചോ. അത്ര പറപ്പിക്കലായിരിക്കും. വെയിറ്റ് ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. കണ്ടപ്പോ ഇനി എന്തിനാ 3000 രൂപ പോയേ ദൈവമേ. ജസ്റ്റ് വിസിപ്പിടിച്ചേനെ ഗൈസ്. ഈ വണ്ടി ഭയങ്കര ഹാർഡാണ് കൺട്രോൾ ചെയ്യാൻ. കാരണം അത്രയും പവറുള്ള എൻജിനല്ലേ നമ്മൾ വെച്ചേക്കുന്നത്. ദാറ്റ്സ് വൈ ദിസ് എൻജിൻ ഇസ് സോ മച്ച് പവർ. ഞാൻ ഈ പാലമൊന്നും കയറിയിട്ടില്ലല്ലോ. ഇതേതാ സ്ഥലം? നമ്മൾ അഡ്വഞ്ചർ അല്ല, ചെറിയൊരു പ്ലേസിൽ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അഡ്വഞ്ചർ ഈ വണ്ടി വെച്ച് പറ്റൂല എന്നാണ് എൻ്റെ ഒരു നിഗമനം അല്ലേ. ഈ വഴിയിൽ ഇങ്ങോട്ടാ പോണ്ടേ? കണ്ടപ്പോ
ലാഗടി ഒന്ന് മാറിയായിരുന്നെങ്കിൽ. കേട്ടോ ഭയങ്കര സ്ലിപ്പാണ്. സ്ലിപ്പാത് പറഞ്ഞു തീർന്നില്ല. ഞാൻ പറഞ്ഞു സ്ലിപ്പാത് പറഞ്ഞു തീർന്നില്ല എന്ന്. ആൻറ്റീനെ ഞാൻ പോവാം. വിസവില്ല വിശ്രമില്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ വിസവില്ല. നമുക്ക് ഏതെങ്കിലും വീട്ടിൽ വേണ്ട ഒരു സ്ഥലമുണ്ട്. ഇവിടെ നടുക്കായിട്ടാണ് ആ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് പോവാം. പെട്രോളുണ്ട്. അതേ സ്ഥലം. ഈ സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഡ്രിഫ്റ്റ് ചെയ്ത് പൊളിയായിരുന്നത്. ഇതിലെന്തായാലും പറ്റാവുന്നതല്ല. ചെയ്യാം. സ്പോർട്സ് ടയറെല്ലാം വെച്ചാണ് കുഴപ്പമില്ലായിരിക്കും. ഗൈസ് ഞാൻ അത്രയും പ്രോയൊന്നുമല്ല. വെറുതെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ഈ വളവൊക്കെ നല്ല പ്രോ ആയിട്ട് തിരിച്ചു കൊണ്ടുപോകണ പോലെ ഒന്നും ആളല്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാൻ കാണിച്ചു. ആദ്യം ഈ ടയർ ഫുള്ള് സീറോ ആക്കണം. അതിന് സമയമില്ല. എന്നിട്ട് ഇതിൽ കൺട്രോളിൽ ടില്ലാക്കിയിട്ട് ഓടുണ്ടോ നോക്കണം. ഉണ്ട്. നിങ്ങൾക്കൊക്കെ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് പ്രൊഫഷണൽ അല്ലേ. ഞാൻ പ്രൊഫഷണൽ പോലെ ഇത് ഭയങ്കര പാടാണ്. കോളേ ചെറുതായിട്ടൊക്കെ വരും. പക്ഷേ ഞാനങ്ങനെ ട്രൈ ചെയ്യാറൊന്നുമില്ല. എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ട്രൈ ചെയ്യണ്ട. ഞാനങ്ങനെ പാട്ടിടുന്നില്ല. ഞാൻ ചില പാട്ടുകളൊക്കെ പാടും. അല്ലാണ്ട് ഞാനങ്ങനെ പാടാറില്ല. എനിക്കിഷ്ടമല്ല പാട്ട് പാടുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതൊന്ന് ശരിയാക്കട്ടെ. ഡ്രിഫ്റ്റ് പഠിക്കേണ്ട നമ്മളവിടെ നിന്ന് പോകില്ലല്ലോ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെനിക്ക് പറയാനുണ്ട്. കാരണം ഒരാൾ എനിക്കിപ്പോൾ ലൈക്ക് ചെയ്യാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. എനിക്ക് ഭയങ്കര വിഷമമാണ്. ആൾക്കാർ കാണുന്നുള്ളൂ. ഞാനൊരു സിനിമയുടെ ഒരു പാർട്ട് ഇട്ടായിരുന്നു. അതുപോലെ കണ്ടിട്ട് 100 പേര് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബോ ലൈക്കോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഒരു മോശമല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലേ. വോയിസ് അറിയാതെ പോസായിപ്പോയി. ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാറില്ല ഒരാളും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം 100 ആയതിൻ്റെ ഒരു ചെറിയൊരു കേക്ക് മുറിക്കലുണ്ടായിരുന്നു. പക്ഷേ അതുപോരല്ലോ. നമുക്ക് കാശ് കിട്ടി തുടങ്ങാൻ വേണ്ടി 1000 ആവണം. അപ്പോൾ 1000 ആവാൻ വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം. എല്ലാവരെയും സഹായിക്കണ പോലെ. ഞാൻ ഓൾഡ് ക്രിയേറ്ററാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡല്ല, പോർ ക്രിയേറ്ററാണ്. എൻ്റെ മൊബൈലൊക്കെ പൊട്ടിയ മൊബൈലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ആ കാര്യം വിട്. നമ്മളുടെ കാര്യം ഇപ്പോൾ ഗെയിം കളിക്കാനല്ല. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. നിങ്ങളുടെ ഫാമിലി അതോ നെയ്ബേഴ്സ് അവരുടെ അടുത്തൊക്കെ പറഞ്ഞാൽ ഒരു നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. നെവർ മൈൻഡ്, ലെറ്റ്സ് ഗോ ടു ദി ഗെയിം. കാടിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. പണി കിട്ടി. ഇതെന്തുവാടേ. നമുക്ക് ആരോ ഇട്ട് കളിക്കാം. എനിക്ക് ആരോ ഇട്ട് കളിക്കാൻ ഇഷ്ടം. വെയിറ്റ് ശരിയാക്കട്ടെ. ലെറ്റ്സ് ഗോ.
ഷടാ ശരി, അത് അങ്ങോട്ടാണ് തിരിയേണ്ടത്, പക്ഷെ ഇങ്ങോട്ടാണ് തിരിഞ്ഞു വന്നത്. മനസ്സിലായ? അപ്പോൾ ചെറിയൊരു ടിപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരാളും മറക്കരുത്, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.